ഭാരത് സോളാറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ MNRE പോർട്ടൽ, അതായത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ പോർട്ടലിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്, ആ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സുകൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് വൈസിലുള്ള വീഡിയോ ആണ് ഇത്. അതിൽ നമുക്ക് വേണ്ടി വരുന്നത് 1 തൊട്ട് 6 വരെയുള്ള സ്റ്റെപ്പ് വൈസിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ നമ്പരും മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇതുകൊണ്ട് നമ്മുടെ MNRE പോർട്ടലിൽ ഒരു ലോഗിൻ ID എടുക്കുകയാണ്. രണ്ടാമത് നമ്മളൊരു ഇൻസ്റ്റാൾ ചെയ്യുന്ന കപ്പാസിറ്റി അതിൽ അപ്ലൈ ചെയ്യണം. മൂന്നാമതായിട്ട് KCBയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്, അതൊരു ഫീസിബിലിറ്റി അപ്രൂവലാണ്. അതിനുശേഷം നമ്മൾ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുകയും പ്ലാന്റിൻ്റെ ഡീറ്റെയിൽ MNRE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണം. അതിനുശേഷം KCBയുടെ ഭാഗത്തുനിന്ന് നെറ്റ് മീറ്ററിങ് ആൻഡ് കമ്മീഷനിങ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് നമുക്ക് അപ്രൂവലായിട്ട് കിട്ടും. അതിനുശേഷം നമ്മുടെ കൺസ്യൂമറിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ബാങ്ക് ഡീറ്റെയിൽസിന് ശേഷം നമുക്ക് റെഡീം സബ്സിഡി എന്ന് പറയുന്നൊരു ഓപ്ഷനിലോട്ട് വരും. അത് നമ്മുടെ ഡീറ്റെയിൽ കറക്റ്റാണോ എന്ന് നോക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30 ദിവസത്തിനകത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന കൺസ്യൂമറിൻ്റെ അക്കൗണ്ടിലോട്ട് നമ്മൾ വെച്ച കപ്പാസിറ്റി എത്രയാണോ അതിന് എഗനസ്റ്റ് ആയിട്ടുള്ള സബ്സിഡി ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നിലവിൽ 78,000 രൂപയാണ് സബ്സിഡി. ഭാരത് സോളാറിൻ്റെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.